നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അഴിമതി നടത്താനൊന്നും എന്നെ കിട്ടില്ല. എന്നെ അതിനാരും പ്രതീക്ഷിക്കാൻ വേണ്ട. EMI അടയ്ക്കാൻ പോലും കാശില്ല. ലോണ് തന്നവര് വന്ന് എന്റെ കഴുത്തിന് പിടിച്ചപ്പോ രക്ഷിക്കാൻ ആ രമ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രമ്യ എന്താ പ്രശ്നം? ഞാനൊരു ലോൺ എടുത്തു. തവണകൾ മുടങ്ങാൻ കാരണമുണ്ട്. തവണകൾ അടയ്ക്കാന്ന് രാജുവാ ഏറ്റിരുന്നത്. അവൻ എന്നെ ചതിച്ചു. അതിന് ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കാൻ വന്നിരിക്കുക അവര്. എത്ര രൂപ പെൻഡിംഗ് ഉള്ളത്? 17,000 രൂപയുണ്ട്. ഇതിനാണോ നിങ്ങൾ ഇവിടെ കിടന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇതൊക്കെ മോശമാണ് കേട്ടോ. എന്നാ പിന്നെ നിങ്ങൾ കേഷ് തരാം, ഇപ്പൊ തന്നെ തരാം. ആ, അയച്ചു. കിട്ടിയല്ലോ അല്ലേ? കിട്ടി. ആ, ഇനി സമാധാനമായിട്ട് തിരിച്ചു പോണം. എന്തിനു മോളെ നീ ആ കാശടിച്ചത്? അതിനെന്താ അമ്മേ, ഭാവിയിലെ എന്റെ നാത്തൂനല്ലേ ഇവരെ ചേച്ചി. കണ്ടോ, ഇതാണ് സ്നേഹം. എന്തിനാമ്മേ ഇതിങ്ങനെ വച്ച് നീട്ടിക്കൊണ്ടു പോകുന്നേ? രാജുവിന്റെ രമ്യയുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടത്തിയാൽ എന്താ കുഴപ്പം? അത് തന്നെ അമ്മ ഞാനും ചോദിക്കുന്നേ. എനിക്കാണെങ്കി ഈ വീട്ടിലേക്ക് വരാൻ കൊതിയായിട്ട് വയ്യ. എങ്ങനെയെങ്കിലും രാജുവിനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കമ്മേ. പൂത്ത കാശ മഹാലക്ഷ്മിയാ. അവൾ ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കേറി വന്ന നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അതോടെ തീർന്നു കൂട്ടിയാ മതി. കാണിക്കുന്നത് കണ്ടിട്ട് മനസ്സിലായില്ലേ? താനെന്തിനാ ഈ പോസ്റ്ററിന്റെ മുകളിൽ തന്റെ പോസ്റ്റർ കൊണ്ടുവന്ന് ഒട്ടിച്ചത്? അതങ്ങനെയാണല്ലോ പതിവ്. മുകളിലാ ഒട്ടിക്ക. അങ്ങനെ മുകളിൽ ഒട്ടിക്കണ്ട. മര്യാദക്ക് തന്റെ പോസ്റ്റർ എടുത്ത് മാറ്റ്. പോസ്റ്റർ മാറ്റാനോ? അത് ഒട്ടിച്ചു കഴിഞ്ഞില്ലേ? അത് മര്യാദക്ക് മാറ്റല്ല പറഞ്ഞത്. മാറ്റിയില്ലെങ്കിലേ എന്റെ സ്വഭാവം താൻ അറിയും. പിന്നെ എന്നാ ഒന്ന് അറിയണമല്ലോ. നീ ആരാടി? ദേ, എന്നെ ഇടിപ്പോടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്ത് ചെയ്യും? ആഹാ, തനിക്ക് അത്രയ്ക്ക് അഹങ്കാരോ? തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. നിക്കോടെ. എന്താ കാണിക്കുന്നത്? എന്താ പ്രശ്നം? ഇവള് കാണിച്ചതുണ്ടോ? എന്റെ സൈക്കിളിൽ തൊട്ട് താഴെ ഇട്ടു. മുഖത്ത് പശ ഒഴിച്ചു. അതെ, ഭ്രാന്ത്. സമ്മതിക്കും. എന്റെ അച്ഛന്റെ പോസ്റ്ററിന്റെ മുകളില് വേറെ പോസ്റ്റർ ഒട്ടിച്ച എനിക്ക് ഭ്രാന്ത് വരും. അതാണ് പ്രശ്നം. ക്ഷമിക്കണം ചേട്ടാ. ഈ പോസ്റ്ററിലെ മുഖം കണ്ടില്ലേ? വർമ്മ സാറിന്റെ മോളെ ഇത്. സ്വന്തം അച്ഛന്റെ മുഖത്ത് പശ ഒട്ടിക്കുന്ന കണ്ട അത് ഏത് മകൾക്കാ സഹിക്കാൻ പറ്റുക? അപ്പൊ എനിക്കുണ്ടായ നഷ്ടോ? ഒക്കെ നമുക്ക് പരിഹരിക്കാം. ചേട്ടൻ ഒന്നിങ്ങ് വന്നേ. ചേട്ടാ ഒന്നും വിചാരിക്കില്ലേട്ടാ, കാര്യാക്കണ്ട. അതെങ്ങനെ ശരിയാവും? എന്റെ പോസ്റ്ററും ബക്കറ്റും ഒക്കെ അത് തൽക്കാലം ഇത് വെച്ചേക്ക്. ഇതൊന്നും ശരിയാവില്ല ചേട്ടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടാ. വാ ചേട്ടാ വന്നേ, വാ. എന്താ? എടി, അതല്ലേ നിന്റെ ഹീറോ രാജു? അതേതാ ആ പെണ്ണ്? രാജു നിന്റെ കാമുകനാണെന്ന് പറഞ്ഞത് വെറുതെയാണല്ലേ? അവരെ കണ്ടാൽ അറിയാലോ അവര് രണ്ടുപേരും നല്ല അടുപ്പാണെന്ന്. അടുപ്പം എല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. എന്റെ ബർത്ത്ഡേ ഒന്ന് വന്നോട്ടെ,
അന്ന് എല്ലാത്തിനും ഞാനൊരു പരിഹാരം ഉണ്ടാക്കും. അന്ന് എന്റെ ഇഷ്ടം ഞാൻ രാജുവിനോട് തുറന്നു പറയും. പറയുക മാത്രമല്ല, രാജുവിനെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യും. നടക്കുവോ അതൊക്കെ? നടക്കും. ഞാനാ പറയുന്നേ, നടന്നിരിക്കും. അവനെ ആ വാ വാ, നിങ്ങൾ ഇവിടെ നിൽക്കേ. ഞാൻ പോയി അളിയനെ കണ്ടേ എല്ലാം പറയും ശരിയാക്കിട്ട് വരാം. കിട്ടുമല്ലോ അല്ലേ? പിന്നെ കിട്ടാതെ എന്റെ അളിയനല്ലേ, ഞാൻ പറഞ്ഞ കേൾക്കാതിരിക്കോ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ബാക്കി എല്ലാം സെറ്റ്. അളിയോ എന്താ ഏട്ടാ പതിവില്ലാതെ? അവരൊക്കെ ആരാ? അത് പറയാം. അളിയനോടെ അകത്തുണ്ട്. നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരാൻ പോവാടി. അതിനുള്ളൊരു കോൾ കൊണ്ടായി വന്നിരിക്കുന്നു. എന്ത്? അതൊക്കെ പറയാം, നീ വന്നേ. അളിയോ അളിയാ, ഓ ഇത്ര പെട്ടെന്ന് അളിയനെ ശുക്രൻ തെളിയൊന്നും ഞാൻ വിചാരിച്ചതില്ല. അളിയ അളിയനിപ്പ ആരാ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ വലം കൈ. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കണം അളിയ. ഈ അവസരം നമുക്ക് നന്നായിട്ട് മുതലാക്കണം. മനസ്സിലായില്ല. പുറത്ത് കുറച്ചു പേരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും BEd സെറ്റൊക്കെ പാസ്സായവരാ. അവരെ എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്കൂളിൽ അധ്യാപകരായിട്ട് നിയമിക്കണം. വെറുതെ വേണ്ട, നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതവര് തരും. അത് ശരി, കൈക്കൂലി മേടിച്ച് ഞാൻ ഒരു അഴിമതിക്കാരനാവണം അല്ലേ? കൈക്കൂലി വാങ്ങുന്നത് പോലെ തന്നെ കുറ്റകരമാണ് അത് കൊടുക്കാമെന്ന് പറയുന്നത്. അതറിയാലോ അളിയന്. എന്റെ അളിയ, ഇതൊക്കെ ലോകത്ത് നടക്കാത്ത കാര്യങ്ങളാണോ? ഭാഗ്യദേവത വീടിന്റെ മുറ്റത്തൊന്ന് നിൽക്കുക, അതിനെ പുറംകാലം കൊണ്ട് തട്ടി ഓടിക്കല്ലേ അളിയ? നടക്കില്ല. രാജുവിനെ അതിന് പ്രതീക്ഷിക്കണ്ട. അളിയ, നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും ഈ ഒരൊറ്റ ഡീലുകൊണ്ട് തീരും. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി എന്നെ നിർബന്ധിച്ച എനിക്ക് വിജിലൻസിനെ അറിയിക്കേണ്ടി വരും. അളിയ, ഇത്ര അഹങ്കാരം പാടില്ല. ഈ വിദ്യാഭ്യാസ വകുപ്പില് അളിയ മാത്രമല്ലല്ലോ ഉള്ളത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടാ. അല്ല ജയ കേറിയിരിക്കെ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ വേണ്ട, നല്ല ഒന്നാം തരം അഴിമതി ചായ എനിക്ക് പുറത്ത് കിട്ടും. ഞാൻ അവിടെ നിന്ന് കുടിച്ചോളാം. എനിക്ക് അല്ല മോനെ, ആ ശരി ശരി. മോനെ എന്തിനാണ് നീ അവനെ പിണക്കി വിട്ടത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണോമേ? അളിയൻ പറയുന്ന പോലെ ചെയ്യണോ? അഴിമതി നടത്താനൊന്നും എന്നെ കിട്ടില്ല. എന്നെ അതിനാരും പ്രതീക്ഷിക്കുകയും വേണ്ട. EMI അടയ്ക്കാൻ പോലും കാശില്ല. ലോണ് തന്നവര് വന്ന് എന്റെ കഴുത്തിന് പിടിച്ചപ്പോ രക്ഷിക്കാൻ ആ രമ്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രമ്യ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.